പ്രോപ്പറായിട്ടുള്ള ഒരു സ്കിൻ കെയർ റുട്ടീൻ ഫോളോ ചെയ്യുവാണെങ്കിൽ നമ്മുടെ ശരിക്കുമുള്ള പ്രായത്തേക്കാൾ ഒരു 10 വയസ്സ് പ്രായം കുറവ് തോന്നിക്കാൻ അത് സഹായിക്കും. എന്നാൽ ഇത്തരത്തിലുള്ള ഒരു സ്കിൻ കെയർ റുട്ടീൻ ഒന്നും തന്നെ നമ്മൾ ഫോളോ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ നിലവിലുള്ള പ്രായത്തേക്കാൾ ഒരു 10 വയസ്സ് പ്രായം കൂടുതൽ തോന്നിപ്പിക്കാൻ അത് കാരണമായേക്കാം. കാരണം ആഫ്റ്റർ 50s നമ്മുടെ സ്കിൻ ടെക്സ്ചറൊക്കെ നല്ല രീതിയിൽ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ടൈമാണ്. അതുകൊണ്ട് തന്നെ സ്കിൻ കെയർ റുട്ടീൻ എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ 50 വയസ്സിന് ശേഷമുള്ളവർക്ക് വേണ്ടിയുള്ള ഒരു മോർണിംഗ് സ്കിൻ കെയർ റുട്ടീനാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നമ്മുടെ ചാനലിലേക്ക് ഒരുപാട് പുതിയ സബ്സ്ക്രൈബേഴ്സ് വരുന്നുണ്ട്. ഒത്തിരി സന്തോഷം. നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ കാണുമ്പോൾ, നിങ്ങളുടെയൊക്കെ സ്നേഹം കാണുമ്പോഴൊക്കെ ഒരുപാട് സന്തോഷമുണ്ട്. ഈ ഒരു സപ്പോർട്ട് എനിക്ക് തുടർന്നും ഉണ്ടാവണമെന്ന് ഞാൻ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട്. അതുണ്ടാകുമെന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അധികം വൈകിപ്പിക്കാതെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഐ എം കുക്കു. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഒരു 50 വയസ്സിന് ശേഷം ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ മുഖത്ത് സംഭവിക്കുന്നുണ്ട്. പലതും നമ്മൾ അറിയാതെ പോകുന്നു, അല്ലെങ്കിൽ ഒരുപാട് വൈകിക്കഴിഞ്ഞ് നമ്മൾ അറിയുന്നു എന്ന വ്യത്യാസം മാത്രമേ ഉള്ളൂ. അതെന്തൊക്കെയാണ്? മുഖം സാഗ് ചെയ്യാൻ തുടങ്ങും, സ്കിൻ നല്ല രീതിയിൽ തിന്നായി തുടങ്ങും, മുഖത്തിൻ്റെ ഘടനയിൽ തന്നെ ഒരു മാറ്റമുണ്ടാകും. സ്കിൻ സാഗ് ചെയ്തിട്ട് മുഖത്തിൻ്റെ ജോ ലൈൻ നഷ്ടമാകും, മുഖം ഒരു യു ഷേപ്പിലേക്ക് മാറുന്നു, സ്കിൻ ഡ്രൈ ആയി തുടങ്ങും. ഈസ്ട്രജൻ കുറയുന്നതിൻ്റെ ഫലമായിട്ടാണ് ഇത്തരത്തിൽ ഡ്രൈനെസ് സംഭവിക്കുന്നത്. അതുപോലെ ഫൈൻ ലൈൻസും റിങ്കിൾസും ഒക്കെ ഉണ്ടാവുകയും ഹൈപ്പർ പിഗ്മെൻറ്റേഷനും ഏജ് സ്പോട്ടുമൊക്കെ ഉണ്ടാവുകയും ചെയ്യുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഏജിങ് ഒരു ഫാക്ടറാണ്. അതേപോലെ തന്നെ ഒരു 50 വയസ്സിന് ശേഷം മിക്ക സ്ത്രീകളിലും മെനോപോസ് സംഭവിക്കുന്നു, അതായത് ആർത്തവ വിരാമം ഉണ്ടാകുന്നു. ഇത് ശാരീരികവും മാനസികവുമായിട്ടുള്ള ഒരുപാട് മാറ്റങ്ങൾ സ്ത്രീകൾക്കുണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് നല്ലൊരു സ്കിൻ കെയർ റുട്ടീൻ ഫോളോ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ വാർദ്ധക്യത്തിലേക്ക് പോവുകയും മറ്റുള്ള ആളുകളെ ഫേസ് ചെയ്യുവാനും അതേപോലെ ഒരു ഫംഗ്ഷന് പോകുവാനും നമ്മുടെ മൊത്തത്തിലുള്ള ആത്മവിശ്വാസം തന്നെ ഇല്ലാതാക്കാനും കാരണമായേക്കാം. സോ നല്ലൊരു സ്കിൻ കെയർ റുട്ടീൻ ഫോളോ ചെയ്തുകൊണ്ട് നമ്മുടെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെ നമുക്ക് മറികടക്കാനായിട്ട് സാധിക്കും. ഇനി ഇതുവരെയും ഒരു തരത്തിലുള്ള സ്കിൻ കെയർ റുട്ടീനും ഫോളോ ചെയ്യാത്ത ഒരാളാണ് നിങ്ങളെങ്കിൽ കുഴപ്പമില്ല. ഇന്ന് മുതൽ നമുക്കത് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. നിങ്ങൾ സ്കിൻ കെയർ റുട്ടീൻ ഫോളോ ചെയ്യുന്ന ഒരാളാണോ? അല്ലെങ്കിൽ ഏത് പ്രായം മുതലാണ് ചെയ്യുന്നുണ്ടെങ്കിൽ ഏത് പ്രായം മുതലാണ് നിങ്ങളത് സ്റ്റാർട്ട് ചെയ്തത്? ഈ കാര്യങ്ങളൊക്കെ ഒന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോയിൽ ഒരുപാട് കാര്യങ്ങളൊന്നും തന്നെ യൂസ് ചെയ്യണമെന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നില്ല. അത് എല്ലാവർക്കും സാധിക്കണമെന്നുമില്ല. വളരെ നോർമലായിട്ടുള്ള, വളരെ ബേസിക് ആയിട്ടുള്ള ഒരു സ്കിൻ കെയർ റുട്ടീനാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ മോർണിംഗ് സ്കിൻ കെയർ റുട്ടീൻ എങ്ങനെയാണെന്ന് ഞാൻ പറയാം. വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. അതുകൊണ്ട് തന്നെ നിങ്ങളിത് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം എന്താണ് ചെയ്യുന്നത്? മുഖം കഴുകും, അല്ലേ? മുഖം കഴുകിയതിന് ശേഷം നിങ്ങളുടെ മുഖത്ത് ഒരു സിറം അപ്ലൈ ചെയ്യാവുന്നതാണ്. ഈ സിറം എന്ന് പറയുന്നത് നമ്മുടെ ഹോം മെയ്ഡായിട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ സാധിക്കുന്ന ഒരു സിറമാണ്. ഞാൻ അതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു സിറമാണിത്. നിങ്ങളുടെ മുഖത്ത് ഫൈൻ ലൈൻസും റിങ്കിൾസും ഒക്കെ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ നല്ല രീതിയിൽ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സിറമാണ് ഇത്. 50സിലുള്ളവർക്ക് മാത്രമല്ല, 25 വയസ്സിന് ശേഷമുള്ള ആർക്കും ഈ സിറം യൂസ് ചെയ്ത് തുടങ്ങാവുന്നതാണ്. യാതൊരു കെമിക്കൽസും ഇല്ലാത്ത നമ്മുടെ വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്തിരിക്കുന്ന ഒരു സിറമാണത്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു വീഡിയോ നോക്കി അങ്ങനെ ഒരു സിറം പ്രിപ്പയർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഈ ഒരു സിറം നിങ്ങളുടെ മുഖത്ത് അപ്ലൈ ചെയ്യുന്നത് വളരെയധികം നല്ലതായിരിക്കും. അതിനുശേഷം എന്തായാലും നമ്മൾ രാവിലെ കുളിക്കുന്ന ആളുകളായിരിക്കുമല്ലോ. അപ്പോൾ കുളിക്കുന്നതിന് മുൻപായിട്ട് നമ്മൾ ശരീരത്ത് കുറച്ച് എണ്ണ തേക്കുക. ഒരു ഓയിൽ മസാജ് വളരെയധികം നല്ലതാണ്. അത് നിങ്ങളുടെ വീട്ടിലുള്ള ഏത് എണ്ണയാണെങ്കിലും കുഴപ്പമില്ല. നിങ്ങളുടെ വീട്ടിൽ വെളിച്ചെണ്ണയാണെങ്കിൽ അത് ഉപയോഗിക്കാം. ഏറ്റവും നല്ലത് നല്ലെണ്ണയാണ്. നല്ലെണ്ണ നമ്മുടെ ശരീരത്ത് കുറച്ച് മോയ്സ്ചർ നിലനിർത്താൻ സഹായിക്കുന്ന ഒരു ഓയിലാണ്. അതുകൊണ്ട് നല്ലെണ്ണ കൂടുതൽ നല്ലതായിരിക്കും. ഇനി നല്ലെണ്ണ ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോക്കനട്ട് ഓയിൽ തന്നെ യൂസ് ചെയ്യാവുന്നതാണ്. പക്ഷേ എണ്ണ തേച്ച് കുളിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം പ്രായം മുൻപോട്ട് പോകുമ്പോൾ നമ്മുടെ മുഖത്ത് മാത്രമല്ല പ്രകടമായിട്ടുള്ള വരകളും പാടുകളും ഒക്കെ ഉണ്ടാകുന്നത് നമ്മുടെ ശരീരത്തും ഉണ്ടാകും. ചുളിവുകളുണ്ടാവും, വരകളുണ്ടാവും, എല്ലാം നമ്മുടെ ശരീരത്തും സംഭവിക്കും. അപ്പോൾ നമ്മുടെ മുഖം പോലെ തന്നെ ശരീരവും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഒരു എണ്ണ തേച്ച് നമ്മൾ കുളിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ കുളിക്കുന്നതിന് മുൻപായിട്ട് ഏതെങ്കിലും ഒരു ഫേസ് പാക്കും കൂടി നിങ്ങളുടെ മുഖത്ത് അപ്ലൈ ചെയ്യുക. ഓരോ പ്രായത്തിനും അനുസരിച്ചിട്ടുള്ള ഫേസ് പാക്കുകൾ തയ്യാറാക്കുന്ന വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കി നിങ്ങൾക്ക് ഏതാണ് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ളത് എന്ന് വെച്ചാൽ നിങ്ങൾക്കത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഒരു ഫേസ് പാക്കും കൂടെ അപ്ലൈ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് കുളിക്കാവുന്നതാണ്.
ഒരുപാട് സമയത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. കുറച്ച് സമയം നമ്മുടെ കാര്യങ്ങൾ നോക്കാൻ, നമ്മളെ ഒന്ന് കെയർ ചെയ്യാനായിട്ട് നമ്മളൊന്ന് മാറ്റി വെച്ചാൽ മതിയാവും. പിന്നെ കുളിക്കാനായിട്ട് നിങ്ങളുടെ വളരെ ഡ്രൈ സ്കിന്നാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സോപ്പിന് പകരം പയറുപൊടി ഉപയോഗിക്കാവുന്നതാണ്. ഇനി കുളിക്കുമ്പോൾ സോപ്പ് ഉപയോഗിച്ച് കുളിക്കുന്നവരാണെങ്കിൽ ആ സോപ്പ് കൊണ്ട് തന്നെ നമ്മുടെ മുഖം കഴുകാനായിട്ട് പാടില്ല. നമ്മൾ എപ്പോൾ മുഖം കഴുകുകയാണെങ്കിലും നമ്മൾ ഒരു ഫേസ് വാഷ് അല്ലെങ്കിൽ നല്ലൊരു ക്ലെൻസർ ഉപയോഗിച്ച് മാത്രമേ മുഖം വാഷ് ചെയ്യാനായിട്ട് പാടുള്ളൂ. അതുതന്നെ ഇത്തരത്തിലുള്ള ഫേസ് വാഷും ക്ലെൻസറും ഉപയോഗിക്കുമ്പോൾ വളരെ മൈൽഡായിട്ടുള്ള, വളരെ ജെൻറ്റിലായിട്ടുള്ള ക്ലെൻസർ അല്ലെങ്കിൽ ഫേസ് വാഷ് വേണം നമ്മൾ യൂസ് ചെയ്യാനായിട്ട്. സെറ്റാഫിൽ നല്ല ക്ലെൻസറാണ്. അതേപോലെ ഡെർമാക്കോ, സിമ്പിളിൻ്റെ ഫേസ് വാഷ് നല്ലതാണ്. ഇങ്ങനെ കുറച്ച് ഫേസ് വാഷും ക്ലെൻസറുകളും ഒക്കെ നല്ലതാണ്. ഞാൻ അതിൻ്റെയൊക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, നിങ്ങൾക്ക് നോക്കി വാങ്ങാവുന്നതാണ്. അപ്പോൾ നമ്മൾ ക്ലെൻസിങ് കഴിഞ്ഞു, നമ്മൾ കുളിച്ചു, നമ്മുടെ മുഖമൊക്കെ നല്ല രീതിയിൽ ക്ലെൻസ് ചെയ്തു, നമ്മൾ വൃത്തിയായിട്ട് വന്നു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്? കുളിച്ച് വന്നതിന് ശേഷം നിങ്ങളുടെ ശരീരത്തിൽ അതേ നനവോടുകൂടി തന്നെ നിങ്ങളുടെ സ്കിന്ന് വളരെയധികം ഡ്രൈ ആയിട്ടുള്ളതാണെങ്കിൽ നിങ്ങൾക്കൊരു ബോഡി ലോഷൻ അപ്ലൈ ചെയ്യാവുന്നതാണ്. നല്ലൊരു ബോഡി ലോഷൻ ഞാൻ പരിചയപ്പെടുത്താം. ഇത് നിവ്യയുടെ ബോഡി ലോഷനാണ്. ഇത് വളരെയധികം നല്ല ബോഡി ലോഷനാണ്. ഡ്രൈ സ്കിന്നുള്ളവർക്കൊക്കെ വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ്. അതേപോലെ തന്നെ പ്ലമ്മിൻ്റെ ഈ ബോഡി ലോഷനും വളരെയധികം നല്ലതാണ്. ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങൾക്ക് നോക്കി വാങ്ങാവുന്നതാണ്. ശരീരമൊക്കെ വല്ലാതെ വരണ്ട് പൊട്ടുന്നുണ്ടെങ്കിൽ ഇത് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഈ ബോഡി ലോഷൻ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ടോണിംഗ് ആണ്. ടോണിംഗ് വളരെ നിർബന്ധമായിട്ടുള്ള കാര്യമല്ല, ഓപ്ഷണലാണ്. നിങ്ങൾക്ക് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടോണർ യൂസ് ചെയ്യാവുന്നതാണ്. ടോണർ നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഹൈഡ്രേറ്റിംഗ് ടോണർ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. നമ്മുടെ സ്കിന്നിൽ ഒരു മോയ്സ്ചർ നിലനിർത്തുവാനും pH ലെവൽ ബാലൻസ് ചെയ്യാനുമൊക്കെ ഈ ടോണർ വളരെയധികം സഹായിക്കുന്നതാണ്. ആൽക്കഹോൾ ഫ്രീ ആയിട്ടുള്ള ഹൈലറോണിക് ആസിഡ് അടങ്ങിയ, ഗ്ലിസറിൻ അടങ്ങിയ, അതേപോലെ അലോവേറ അടങ്ങിയ, റോസ് വാട്ടർ, പെപ്റ്റൈഡ്സ്, റൈസ് വാട്ടർ ഇതൊക്കെ അടങ്ങിയ ടോണറുകൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇതൊക്കെ അടങ്ങിയ നല്ല കുറച്ച് ടോണറുകൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, നിങ്ങൾക്ക് നോക്കി വാങ്ങാവുന്നതാണ്. അടുത്തതായിട്ട് നിങ്ങൾക്കൊരു ആൻറ്റി ഓക്സിഡൻറ്റ് സിറം യൂസ് ചെയ്യാവുന്നതാണ്. അതേതാണ്? വൈറ്റമിൻ സി സിറമാണ്. പ്രായം കൂടുമ്പോൾ ഓക്സിഡേറ്റീവ് സ്ട്രെസ് കാരണം മുഖം ഡള്ളാകും. അപ്പോൾ അതൊക്കെ മാറ്റി മുഖം ബ്രൈറ്റൻ ആകാനായിട്ട് വൈറ്റമിൻ സി സിറം യൂസ് ചെയ്യാം. അതുപോലെ ഡാമേജ്ഡ് ആയിട്ടുള്ള സ്കിന്ന് റിപ്പയർ ചെയ്യാനും വൈറ്റമിൻ സി സിറം വളരെയധികം ഹെൽപ്പ് ചെയ്യും. ഫൈൻ ലൈൻസും റിങ്കിൾസും ഒക്കെ ഉണ്ടെങ്കിൽ ഈ വൈറ്റമിൻ സി സിറം യൂസ് ചെയ്യുന്നത് വളരെയധികം നല്ലതാണ്. എന്നാൽ ചില ആളുകൾക്ക് വൈറ്റമിൻ സി സിറം പകൽ സമയങ്ങളിൽ യൂസ് ചെയ്യുമ്പോൾ മുഖം ഡള്ളാവാറുണ്ട്. അങ്ങനെയുള്ളവർക്ക് വൈറ്റമിൻ സി സിറം രാത്രിയിൽ യൂസ് ചെയ്യാവുന്നതാണ്. എനിക്ക് പകൽ സമയങ്ങളിൽ വൈറ്റമിൻ സി സിറം യൂസ് ചെയ്യുമ്പോൾ കുറച്ച് മുഖം ഡള്ളായി പോകുന്നതായിട്ട് തോന്നാറുണ്ട്. അങ്ങനെ ഉള്ളവർക്ക് മാത്രം രാത്രി സമയങ്ങളിൽ യൂസ് ചെയ്യാം, അല്ലാത്തവർക്ക് പകൽ യൂസ് ചെയ്യാം. പകൽ യൂസ് ചെയ്യുന്നതാണ്, വൈറ്റമിൻ സി സിറം യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഇങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു പ്രോബ്ലം ഉണ്ടാകുന്നവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രാത്രി സമയങ്ങളിൽ യൂസ് ചെയ്യാവുന്നതാണ്. പകരം നമുക്ക് ഹൈലറോണിക് ആസിഡ് സിറം യൂസ് ചെയ്യാവുന്നതാണ്. ഒരു 50 വയസ്സൊക്കെ കഴിയുമ്പോഴേക്കും നമ്മുടെ ശരീരത്തിൽ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ഹൈലറോണിക് ആസിഡിൻ്റെ പ്രൊഡക്ഷൻ കുറയുന്നു. ഇത് ഫൈൻ ലൈൻസും റിങ്കിൾസും ഒക്കെ ഉണ്ടാവാൻ കാരണമായി തീരുന്നു. അതുകൊണ്ട് തന്നെ ഒരു ഹൈലറോണിക് ആസിഡ് സിറം നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ഇത് സ്കിന്നിനെ ഇൻറ്റൻസ് ആയിട്ട് ഹൈഡ്രേറ്റ് ചെയ്യുകയും പ്ലംബി ആക്കുകയും സോഫ്റ്റായിട്ട് ഗ്ലോയിങ് ആയിട്ട് നിലനിർത്താനായിട്ട് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യുന്നു. ഇത് നമ്മുടെ സ്കിന്നിനെ നല്ല രീതിയിൽ ഹൈഡ്രേറ്റ് ചെയ്യാനും സ്കിൻ ബാരിയർ പ്രൊട്ടക്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഡൾനെസ് ഒക്കെ കുറയ്ക്കുവാനായിട്ടും ഒരുപാട് സഹായിക്കും. നല്ലൊരു ഹൈലറോണിക് ആസിഡ് സിറം നിങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ലോറിയലിൻ്റെ നല്ലൊരു ഹൈലറോണിക് ആസിഡ് സിറമാണ്. ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, നിങ്ങൾക്ക് നോക്കി വാങ്ങാവുന്നതാണ്. അതിനുശേഷം ഇനി നിങ്ങളുടെ മുഖം വളരെയധികം ഡ്രൈയിങ് ആണ്, നിങ്ങളുടെ മുഖത്ത് ഫൈൻ ലൈൻസും റിങ്കിൾസും ഒക്കെ വളരെ പ്രകടമായി തന്നെ അറിയുന്നതാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു സ്നെയിൽ മ്യൂസിൻ ഉപയോഗിക്കാവുന്നതാണ്. ഒരു 50കൾക്ക് ശേഷം നമ്മുടെ സ്കിന്ന് വളരെയധികം തിന്നറാകുകയും പെട്ടെന്ന് തന്നെ ഡാമേജ്ഡ് ആവുകയും ചെയ്യും. അങ്ങനെയുള്ളവർക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ് സ്നെയിൽ മ്യൂസിൻ. പ്രായമാവുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ശരീരത്തിൽ ഇലാസ്റ്റിൻ്റെയും കൊളാജിൻ്റെയും ഒക്കെ പ്രൊഡക്ഷൻ കുറയുകയും തന്മൂലം നമ്മുടെ മുഖത്ത് ഫൈൻ ലൈൻസും റിങ്കിൾസും ഒക്കെ വരികയൊക്കെ ചെയ്യുന്നു. അപ്പോൾ അതിനെയൊക്കെ ഒന്ന് പ്രിവെൻറ്റ് ചെയ്ത് നമ്മുടെ സ്കിന്ന് നല്ല പ്ലംബി ആയിട്ട് നിലനിർത്താൻ, ഒന്ന് ഹൈഡ്രേറ്റഡ് ആയിട്ട് നിലനിർത്താൻ, അൺഈവൻ ആയിട്ടുള്ള ഒരു സ്കിൻ ടോണൊക്കെ മാറ്റി നല്ല ഈവൻ ടോൺ ആക്കാനായിട്ടൊക്കെ വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് സ്നെയിൽ മ്യൂസിൻ. ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്നെയിൽ മ്യൂസിൻ ബോഡി വൈസിൻ്റെ ഈ സ്നെയിൽ മ്യൂസിനാണ്. വളരെ നല്ലൊരു സ്നെയിൽ മ്യൂസിനാണിത്. കാരണം ഇത് നമ്മൾക്ക് ഒരു ദിവസം ഫുള്ള് നമ്മുടെ മുഖം നല്ല ഹൈഡ്രേറ്റഡ് ആയിട്ട് നിലനിർത്താനായിട്ട് ഇത് സഹായിക്കും. ബോഡി വൈസിൻ്റെ വളരെ നല്ലൊരു സ്നെയിൽ മ്യൂസിൻ സിറമാണിത്. ഇത് നമുക്ക് ഒരെണ്ണം വാങ്ങിക്കഴിഞ്ഞാൽ ഒരു 2-3 മാസം വരെയൊക്കെ നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ്. ഇതൊരു 100 ml ബോട്ടിലാണ്.
നല്ലൊരു ഓപ്ഷനാണ്. നിങ്ങൾക്കിത് വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ബോഡി വൈസിൻ്റെ ഇത് വാങ്ങാവുന്നതാണ്. ഞാൻ ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇത് വളരെയധികം നല്ലതാണ്. അപ്പോൾ വളരെയധികം ഡ്രൈ ആയിട്ടുള്ള ഒരു സ്കിന്നാണെങ്കിൽ ഇതും കൂടെ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ സ്കിന്ന് നല്ല സോഫ്റ്റ് ആവാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു മോയ്സ്ചറൈസറാണ്. പ്രായമാകുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ സ്കിന്ന് വളരെയധികം ഡ്രൈ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു മോയ്സ്ചറൈസർ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഡീപ്പ് ഹൈഡ്രേഷൻ കിട്ടാനും സ്കിൻ ബാരിയർ റിപ്പയർ ചെയ്യാനും തിന്നറാകുന്ന സ്കിന്നിനെ ഒന്ന് സ്ട്രെങ്തൻ ചെയ്യാനായിട്ടുമൊക്കെ സെറാമൈഡ് അടങ്ങിയ മോയ്സ്ചറൈസറുകൾ നമുക്ക് യൂസ് ചെയ്യാം. മിനിമലിസ്റ്റിൻ്റെ മോയ്സ്ചറൈസർ, സെറാവിയുടെ മോയ്സ്ചറൈസർ, അതേപോലെ ഡോക്ടർ ഷെത്ത്, ഇതൊക്കെ വളരെ നല്ല മോയ്സ്ചറൈസറുകളാണ്. ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് നോക്കി വാങ്ങാവുന്നതാണ്. ഇനി ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സൺസ്ക്രീനാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് സൺസ്ക്രീൻ എന്ന് പറയുന്നത്. UV റേസ് കൊളാജിൻ, ഇലാസ്റ്റിൻ എന്നിവയെ നശിപ്പിക്കും. സോ ഇത് സ്കിൻ സാഗിങ്ങിനും റിങ്കിൾസും പിഗ്മെൻറ്റേഷനും ഡാർക്ക് സ്പോട്ടും ഇവയൊക്കെ വരാൻ കാരണമാവുകയും ചെയ്യുന്നു. അതേപോലെ തന്നെ അൺഈവൻ സ്കിൻ ടോൺ, പിഗ്മെൻറ്റേഷൻ, ഏജ് സ്പോട്ട് ഇതൊക്കെ സൺസ്ക്രീൻ യൂസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ മുഖത്ത് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു SPF 50 അടങ്ങിയ മോയ്സ്ചറൈസിങ് ഇൻഗ്രീഡിയൻസ് അടങ്ങിയ, അതായത് ഹൈലറോണിക് ആസിഡ്, സെറാമൈഡ്സ്, ഗ്ലിസറിൻ പോലെയുള്ള ഹൈഡ്രേറ്റിംഗ് ഇൻഗ്രീഡിയൻസ് ഉള്ള സൺസ്ക്രീനുകൾ യൂസ് ചെയ്യുക. അപ്പോൾ വീട്ടിൽ നിൽക്കുകയല്ലേ, അപ്പോൾ എനിക്ക് സൺസ്ക്രീൻ ആവശ്യമുണ്ടോ എന്ന് ചിന്തിച്ചേക്കാം. അങ്ങനെയല്ല, നമ്മൾ വീട്ടിൽ നിൽക്കുകയാണ് എങ്കിൽ കൂടിയും നമ്മൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യേണ്ടത് വളരെയധികം ആവശ്യമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒരു മോർണിംഗ് സ്കിൻ കെയർ റുട്ടീനിൽ നമ്മൾ ഉൾപ്പെടുത്തേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ 50+ ആളുകൾ ഞാനിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ഫോളോ ചെയ്യുവാണെങ്കിൽ നിങ്ങളുടെ മുഖത്തുണ്ടായിരിക്കുന്ന ഫൈൻ ലൈൻസും റിങ്കിൾസും സാഗിങ്ങും ഒക്കെ മാറി നിങ്ങളുടെ മുഖം നല്ല ഈവൻ ടോണായിട്ട്, നല്ല ബ്രൈറ്റനായിട്ട്, നല്ല യൂത്ത്ഫുള്ളായിട്ട് മാറാനായിട്ട് നിങ്ങളെ വളരെയധികം ഹെൽപ്പ് ചെയ്യും. നല്ലൊരു സ്കിൻ കെയർ റുട്ടീൻ നിങ്ങൾ ഫോളോ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഓരോ ദിവസം കഴിയും തോറും നമ്മുടെ സ്കിന്ന് ഡാമേജ് ആയിക്കൊണ്ടിരിക്കും എന്നുള്ള കാര്യം മറന്നു പോകരുത് കേട്ടോ. അതേപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, അതേപോലെ നമ്മുടെ ഉറക്കം, നമ്മൾ നല്ല രീതിയിൽ വെള്ളം കുടിക്കുക, ഇതൊക്കെ ഇതിൻ്റെ ഭാഗമാണ്. അതും മറന്നു പോകരുത്. നല്ല രീതിയിൽ നമ്മൾ ഉറങ്ങേണ്ടത് വളരെ ആവശ്യമാണ്. 8 മണിക്കൂർ ഉറക്കം ആവശ്യമാണ്. വെള്ളം ഒരു ദിവസം ഒരു 2 ലിറ്റർ വെള്ളമെങ്കിലും നമ്മൾ കുടിക്കേണ്ടത് ആവശ്യമാണ്. നല്ല ഭക്ഷണങ്ങൾ കഴിക്കേണ്ടത് ആവശ്യമാണ്. വൈറ്റമിൻസ് അടങ്ങിയ ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കേണ്ടത് വളരെയധികം ആവശ്യമാണ്. അപ്പോൾ ഇതൊക്കെയും കൂടെ ഇതിൻ്റെ കൂടെ നിങ്ങൾ ഫോളോ ചെയ്യുവാണെങ്കിൽ ഒരു നല്ല ക്ലിയർ ആയിട്ടുള്ള ഒരു സ്കിന്ന് നിങ്ങൾക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. ബൈ.